ശ്രീ സുഭാഷ് ബാബു, ഇതാണ് സംഭവിക്കുന്നത് കേരളത്തിൽ എന്ന കാര്യം വ്യക്തമാണല്ലോ. താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്, താങ്കൾ ഫോഴ്സിലിരുന്നിട്ടുള്ള ആളാണ്. ഇതിപ്പോൾ ഈ കൊട്ടേഷൻ സംഘങ്ങൾ വിലസുമ്പോൾ ഇടയ്ക്ക് ഈ ഓപ്പറേഷൻ ആകുമായിട്ട് പോലീസ് രംഗത്തെത്തുകയാണ്. എന്നിട്ട് കുറച്ചു പേരെ പിടിച്ച് അകത്തിടുകയാണ്. അതിൽ നിന്ന് കുറച്ചു പേരെ കാപ്പ ചുമത്തി അകത്തിടുന്നു. പിന്നെ ഈ പിടികിട്ടാപ്പുള്ളികൾ ഉണ്ടെങ്കിൽ അവർക്കും അകത്ത് കിടക്കേണ്ടി വരുന്നു. ബാക്കിയുള്ളവരെ വിടുകയാണ് ചെയ്തത്. കഴിഞ്ഞ ജനുവരിയിൽ ഒരു പ്രസ് റിലീസ് തന്നെ ഇക്കാര്യത്തിൽ പോലീസ് നൽകിയതാണ്. അവരൊക്കെ ഇപ്പോൾ യഥേഷ്ടം വിലസുകയാണ്, അടുത്ത പണിക്ക് പോവുകയാണ്, കൊട്ടേഷൻ പണിക്ക് പോവുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ ഓപ്പറേഷൻ ആകുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കേരളത്തിലുണ്ടോ ശ്രീ സുഭാഷ് ബാബു? അല്ല, ഈ അക്രമികളെ, അതായത് പൊതുസമാധാനം സ്ഥിരസ്വഭാവത്തോടുകൂടി തകർക്കുന്ന വ്യക്തികളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ക്രമസമാധാന വിശ്വാസം വളർത്തേണ്ടത്. അവർക്ക് സ്വൈര്യമായി ജീവിക്കാനും സഞ്ചരിക്കാനും അവരുടെ തൊഴിൽ ചെയ്യാനുമുള്ള ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിന് വിഘാതമായി പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരെ സംബന്ധിച്ചവർക്ക് അധികം ആളുകൾ, കുറേ ആളുകൾക്ക് പണിയുണ്ടാവും, അധികം ആളുകൾക്ക് പണിയൊന്നുമില്ല. ഇതേമാതിരി ഏതെങ്കിലും വ്യക്തികളുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിയമപരമല്ലാത്ത രീതി അവിഹിതമായ മാർഗത്തിൽ അക്രമ മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഭീഷണിയിലൂടെ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ സംബന്ധിച്ച് അവർ ഏറ്റെടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന പാരിതോഷികം കൊണ്ട് അല്ലെങ്കിൽ അവർ ചോദിച്ചു വാങ്ങുന്ന പണം കൊണ്ട് ജീവിക്കുകയും അവരുടെ ജീവിതം ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഗുണ്ടകളെന്ന് പൊതുവെ വിളിക്കുന്നത്. അതായത് ക്രമസമാധാന തകർച്ച സ്ഥിരസ്വഭാവത്തോടു കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് ഗുണ്ടകളെന്ന് നമ്മൾ വിളിക്കുന്നത്. അവരെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സംവിധാനമാണ്. അത് ഓപ്പറേഷൻ ആകെന്ന് പറഞ്ഞിട്ട് ഇത് അതായത് വാവനും സംക്രാന്തിക്കും ചെയ്യേണ്ട കാര്യമല്ല. ഇത് തുടർച്ചയായ പ്രക്രിയയാണ്. അതായത് ഏതെങ്കിലും ഒരു ഗുണ്ടയുണ്ടെങ്കിൽ, അതേമാതിരി സാമൂഹ്യ ദ്രോഹികളായിട്ടുണ്ടെങ്കിൽ, ക്രമസമാധാന തകർച്ച ഉണ്ടാക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ നിരന്തരമായി പിന്തുടരുകയും അവരുടെ ഓരോ പ്രവൃത്തിയും നിരീക്ഷിച്ചതിന് ശേഷം ആവശ്യമുള്ള സമയത്ത് അവരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരികയും അവരുടെ സൽസ്വഭാവം ഉറപ്പുവരുത്തുകയും അവരുടെ മേലിൽ ക്രിമിനൽ കേസ് എടുക്കണമെങ്കിൽ എടുക്കുക, അതല്ല സെക്യൂരിറ്റി പ്രൊസീഡിങ്സ്, അതല്ല ഡീറ്റൻഷൻ ഓർഡർ, അതായത് കാപ്പ പ്രകാരമോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഡീറ്റൻഷൻ ഓർഡർ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ അതാത് സമയത്ത് അന്വേഷിച്ച് ബോധ്യപ്പെട്ട് അതിന് ആവശ്യമുള്ള സമയത്ത് കാലാകാലങ്ങളിൽ എടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ അനൂപ് തന്നെ, അനൂപ് ഒരു കൊലക്കേസിൽ ജയിലിലായിരുന്നു, പക്ഷേ ശിക്ഷിക്കപ്പെടാതെ അദ്ദേഹം അനൂപിനെ കോടതി വെറുതെ വിട്ടു. അങ്ങനെ അനൂപ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നത്. ഇത്രയും ആളുകളെ, അതിൽ ഈ ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ ചെന്ന പോലീസിന് ഇതിൽ ഒരു സംശയവും തോന്നാത്തത് എന്തുകൊണ്ടാണ്? അത് മാത്രമല്ല, അനൂപിനെതിരെ ഒരു കൊലക്കേസ് കൂടി ഉണ്ട്. ബാക്കി ഒരെണ്ണം അടിപിടി കേസാണ്, പക്ഷെ ഒരു കൊലക്കേസ് കൂടിയുണ്ട്. ഇങ്ങനെ ഒരു പ്രതി ഇങ്ങനെ ഒരു സൽക്കാരം സംഘടിപ്പിക്കുമ്പോൾ, സിനിമാ മോഡലിൽ ഒരു സൽക്കാരം സംഘടിപ്പിക്കുമ്പോൾ അവിടെ പോയി എത്തി നോക്കിയിട്ട് തിരിച്ചു പോരുന്നതാണോ കേരള പോലീസിന് വേണ്ടത്? അല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം തുറസായ സ്ഥലത്ത്, നമുക്കറിയാം, തുറസായ സ്ഥലത്ത് മദ്യപിരിക്കുന്ന അബ്കാരി ആക്ട് പ്രകാരം കുറ്റമാണ്. അതുപോലെ തന്നെ ആരുടെ സ്ഥലമായാലും തുറസായ സ്ഥലമാണ്. അത് സ്വകാര്യ സ്ഥലത്ത് തൻ്റെ വീട്ടിലിരിക്കാം, തൻ്റെ വീട്ടിലെ സ്വന്തം പറമ്പിലിരുന്ന് കഴിക്കാം, വീട്ടിനുള്ളിൽ നിന്ന് കഴിക്കാം, ബാറിൽ നിന്ന് കഴിക്കാം. അതല്ലാതെ ലൈസൻസ് ഇല്ലാത്ത മറ്റൊരു പൊതുസ്ഥലങ്ങളോ അല്ലെങ്കിൽ അതേമാതിരിയുള്ള തുറസായ സ്ഥലങ്ങളോ ഇരുന്ന് മദ്യപിക്കാൻ പാടില്ല എന്നാണ് നിയമം. അപ്പോൾ തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തുറസായ സ്ഥലത്ത് മദ്യപാനം നടക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവിടെ എടുക്കണമായിരുന്നു. എടുത്തില്ല. അതിനകത്തിൽ ആരാണ് അവിടെ ഉണ്ടായിരുന്നതെന്നുള്ള ഏകദേശം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വെരിഫൈ ചെയ്തുകൊണ്ടാണ്. കാരണം ഇവരുടെ ഫോൺ നമ്പറോ ഇവരുടെ ഡീറ്റെയിൽസോ ഒരു അഡ്രസ്സ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവരെ രണ്ടാളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തിയിട്ട് അതാണ് ഇത് പിന്നെ നേരത്തെ അറസ്റ്റ് ചെയ്ത ആളാണോ, അല്ലെങ്കിൽ കാപ്പ ചുമത്തിയ ആളാണോ, ഇവൻ വേറെ ഏതെങ്കിലും റൗഡിസം കാണിച്ചിട്ട് പിടിക്കപ്പെട്ട ആളാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പോലീസിന് അവിടെ നിന്ന് തന്നെ വ്യക്തത ഉണ്ടാക്കാൻ കഴിയും. അതിന് ശ്രമിക്കാതെ അവിടെ ചെന്നതിന് ശേഷം ഒരു സാധാരണ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തുറസായ സ്ഥലത്ത് ഒരു പാർട്ടി, മദ്യപിക്കുന്ന പാർട്ടി നടത്താൻ നമ്മുടെ നമ്മുടെ രാജ്യത്ത് നിയമമില്ല. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ അജ്ഞതയായിരിക്കും, അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചതായിരിക്കും, അല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടി ഇതിനോട് ചേർന്നുകൊണ്ട് സഹായം ചെയ്തു കൊടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ റീൽസുകൾ ഇട്ട് കളിക്കുമ്പോൾ അതൊരു പ്രൊമോഷന്റെ ഭാഗം കൂടിയാണല്ലോ. ഇതിൽ ഇടപെടുവാനായിട്ട് പോലീസിന് കഴിയുമോ ഇല്ലയോ? ഇപ്പോൾ അവിടെയും കേസില്ല, ആർക്കും പരാതിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടതാണോ പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം?
പോലീസ് ഇങ്ങനെയുള്ള എല്ലാ കുറ്റങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വിവരം അറിയിക്കണം എന്നുള്ളതാണല്ലോ പോലീസിന്റെ ക്രിമിനൽ ഇന്റലിജൻസ് കളക്ഷൻ എന്ന് പറയുന്നത്. അതാണ് പോലീസിന്റെ, അതായത് കേരളത്തിലുള്ള 50,000 ആണല്ലോ 56,000 പോലീസുകാരുണ്ട്. ആ ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്റെയും പ്രാഥമികമായ ഉത്തരവാദിത്വം അവർ ഈ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയുള്ള വ്യക്തികളെ സംബന്ധിച്ച്, കുറ്റകൃത്യം ഉണ്ടാകാനുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതിൻ്റെ വിവരം ഓരോ വ്യക്തികളും ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്ത് കഴിഞ്ഞാലും 24 മണിക്കൂറും അവർ ജാഗരൂകരായിട്ട് ഈ വിവരങ്ങൾ കളക്ട് ചെയ്യുകയും അത് ഒരു കുറ്റകൃത്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവരെ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ജോലി. അതിന് പ്രത്യേകമായിട്ട് പോലീസിൽ പറയുന്നുണ്ട്. ആദ്യം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ശ്രമം നടത്തണം. അത് കഴിഞ്ഞതിന് ശേഷം അവരതിന് പിന്തിരിഞ്ഞില്ലെങ്കിൽ അവരെ വാൺ ചെയ്യാം. വാൺ ചെയ്തിട്ടും ഇവർ വീണ്ടും ഇതനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവരെ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്ത് അവരുടെ പേരിൽ തിരുവനന്തപുരത്തുണ്ടായ സംഭവം എന്ന് പറയുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങിയ പ്രതികളാണ് ഒരു കൊലപാതകം കഴിഞ്ഞ ദിവസം കരമനയിൽ നടത്തിയത്. അതിനുശേഷമാണ് വീണ്ടും ഓപ്പറേഷൻ ആഗ് പൊടിതട്ടി എടുത്തിരിക്കുന്നത്. ഇവിടെ അനൂപ് തന്നെ വന്ന് നെഞ്ചുവിരിച്ച് പറയുകയാണ്, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ആളല്ലേ, എന്നെ കോടതി വെറുതെ വിട്ടതല്ലേ, കോടതിയിലല്ലേ വിശ്വാസം വേണ്ടത് എന്ന്. അപ്പോൾ പോലീസ് പിന്നെ അനൂപിന്റെ പിന്നാലെ പോകുന്നില്ല. സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ള കാര്യം പോലീസ് തന്നെ മൂടി വയ്ക്കുകയാണ്. അതുകൊണ്ടാണല്ലോ അനൂപിന് ഇങ്ങനെ പറയുവാനും കഴിയുന്നത്.